ഹായ്, ഇന്ന് നല്ല അടിപൊളി ഒരു മിക്സറിൻ്റെ റെസിപ്പി നോക്കിയാലോ. അപ്പോൾ 2 കപ്പ് കടലപ്പൊടി എടുത്തിട്ടുണ്ട്. അതിലോട്ടേക്ക് 1 കപ്പ് നമ്മുടെ പത്തിരിപ്പൊടി ഉണ്ടല്ലോ, അരിപ്പൊടി ഇട്ട് കൊടുക്കുക. പത്തിരിപ്പൊടിയുടെ പൊടി, എന്നിട്ട് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ കായപ്പൊടി ഇച്ചിരി അധികം ഇട്ടോ കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മുടെ നോർമൽ വെള്ളം ഉണ്ടല്ലോ, പച്ചവെള്ളത്തിൽ കുഴച്ചെടുക്കാം. ചപ്പാത്തി മാവില്ലേ അതുപോലെ നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കണം. എന്നിട്ട് അതൊരു പകുതി കുഴയായി വരുമ്പോൾ അതിലോട്ട് ഇച്ചിരി ഓയിൽ ഒഴിച്ച് കൊടുക്കുക. നമ്മൾ ഏത് ഓയിലാണോ ഫ്രൈ ചെയ്യുന്നത് ആ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണയിലാണ് ഫ്രൈ ചെയ്യുന്നെങ്കിൽ വെളിച്ചെണ്ണ, അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ. അപ്പോൾ ആ ഒരു പാകത്തിന് കുഴച്ച് മാറ്റി വെക്കുക. പിന്നെ നമ്മുടെ ബൂന്തി ഉണ്ടല്ലോ, പൂന്തി ആ സാധനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 1 കപ്പ് കടലമാവ്, അതിലോട്ട് 2 ടേബിൾ സ്പൂൺ പത്തിരിപ്പൊടി, പിന്നെ മഞ്ഞൾപ്പൊടി, ഉപ്പ്, എന്നിട്ട് കായപ്പൊടിയും, എന്നിട്ട് ഇച്ചിരി സോഡാപ്പൊടി ഉണ്ടല്ലോ, സോഡാ പൗഡർ അതന്നെ, അതും കൂടി ഒഴിച്ചിട്ട് നല്ലൊരു ബാറ്റർ, തിക്കായിട്ടുള്ള ഇതുപോലത്തെ ബാറ്റർ ആക്കി എടുക്കുക. പിന്നെ ഇച്ചിരി ഓയിൽ സ്പ്രെഡ് ചെയ്യുക, നമ്മുടെ നൂൽപുട്ട് ഇതാക്കുന്ന സാധനം ഉണ്ടല്ലോ അതിൻ്റെ അകത്തേക്ക്. എന്നിട്ട് നമ്മുടെ മാവ് അതിലോട്ട് ഇട്ടിട്ട് ഓയിൽ, ഞാൻ സൺഫ്ലവർ ഓയിൽ എടുത്തത്, അത് ചൂടാവുന്ന സമയത്ത് അതിലോട്ടേക്ക് ഇതാക്കി കൊടുക്കുക മാവ്. എന്നിട്ട് ഇത് ഇപ്പം നല്ല തിള വരുന്നുണ്ടോ, ആ തിള നിങ്ങൾ നിൽക്കുമ്പോഴേക്കും ആ ഒരു പാകമായിട്ടുണ്ടാവും കേട്ടോ. എന്നിട്ട് തിരിച്ചിട്ട് കൊടുക്കുക. അപ്പോഴേക്കും നല്ല ക്രിസ്പിയായി മുരിഞ്ഞ് വന്നിട്ടുണ്ടാവും. മാറ്റി വെക്കുക. അതുപോലെ എല്ലാം ഇതുപോലെ ചെയ്തെടുക്കുക. പിന്നെ അതിന് ശേഷം നമുക്ക് വേണ്ടത് നമ്മുടെ ബൂന്തി ഉണ്ടാക്കലാണ്. അപ്പോൾ ഇതുപോലെ അരിപ്പക്കൈയിലോ അല്ലെങ്കിൽ ഇതുപോലത്തെ പാത്രം എടുത്തിട്ട് അതിലോട്ട് ഒഴിച്ചിട്ട് താഴ്ത്തി പിടിക്കുക കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് അങ്ങോട്ട് വീണോളും. എന്നിട്ട് ഇച്ചിരി തിക്കാണെന്ന് തോന്നുകയാണെങ്കിൽ ഇച്ചിരി വെള്ളം ഒഴിക്കുക. നമ്മൾ അധികം ലൂസ് ആവാൻ പാടില്ല കേട്ടോ. അതും ഒന്ന് ഫ്രൈ ആയി വരുന്ന സമയത്ത് കോരി മാറ്റുക. ബൂന്തി ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കണം, നന്നായിട്ട് ക്രിസ്പി ആയതിനു ശേഷം മാത്രമേ കോരി എടുക്കാൻ പാടുള്ളൂ. പിന്നെ നമ്മുടെ നിലക്കടല വറുത്തെടുക്കുക. അത് പാകാകുമ്പം കോരി മാറ്റുക. ഇതെല്ലാം ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ചെയ്യണം കേട്ടോ, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. പിന്നെ വെളുത്തുള്ളി, പച്ചമുളക് ഇടുക. അതൊന്ന് മൂത്ത് വരുമ്പോൾ അതിലോട്ട് കറിവേപ്പില, ഒന്നുകൂടെ മൂത്ത് വരുമ്പോൾ അതിലോട്ടേക്ക് ഉണക്കമുളക്, അതും കൂടി ഇട്ടിട്ട് ഫ്രൈ ചെയ്ത് കോരി മാറ്റി വെക്കുക. അപ്പോൾ ഫ്രൈ ഐറ്റംസ് കംപ്ലീറ്റ് തീർന്നു കേട്ടോ. ഇനി നമ്മൾ ആദ്യം ഫ്രൈ വെച്ച് സാധനം എടുത്തിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചു കൊടുക്കുക. നമ്മുടെ മിക്സറിന് കാണാറുണ്ടല്ലോ, അതുപോലെ പൊടിച്ചെടുക്കുക. എന്നിട്ട് അതിലോട്ട് നമ്മൾ വറുത്ത് വെച്ച എല്ലാ സാധനങ്ങളും ഇട്ട് കൊടുക്കുക. ബൂന്തി, പിന്നെ കടല, ഉണക്കമുളക്, പച്ചമുളക്, കറിവേപ്പില, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇട്ടെടുക്കുക. പിന്നെ ഉപ്പ്, എരിവിന് ആവശ്യമായ മുളക് പൊടിയും, പിന്നെ കായപ്പൊടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. നമ്മുടെ മിക്സർ റെഡി. ഹോം മെയ്ഡ് മിക്സർ ഒന്ന് ട്രൈ ചെയ്യണേ. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും, പക്ഷെ കുറേ സമയം എടുക്കും. താങ്ക് യു.